അതിൻ്റെ മുമ്പ് റസൂലുള്ള പറഞ്ഞു, നേരത്തെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പട്ടാളങ്ങളെ അയക്കുകയും അറബ് നാടുകളിൽ വിന്യസിപ്പിക്കുകയും ചെയ്യും. യൂഫ്രട്ടീസിന്റെ ടൈഗ്രീസിന്റെ തീരങ്ങളിൽ അവർ താവളമടിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇറാഖിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ ക്യാമ്പുകൾ മുഴുവനും ഇപ്പോൾ യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരത്താണ്. നേരത്തെ തുർക്കികൾ അവരോട് ചേരും. തുർക്കികൾ അസലിലേക്ക് മടങ്ങും. അവർ നേരത്തെ പ്രവാചകന്മാരെ ധിക്കരിച്ചവരാ, അസലിലേക്ക് മടങ്ങും. ഇടക്കാലത്തെ തുർക്കികളിലൊക്കെ നല്ലവരുണ്ടായിട്ടുണ്ട്. തുർക്കികൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ മക്കയും മദീനയും കൈവശം വെച്ച തുർക്കികൾ ഉണ്ടായിരുന്നു. ഖിലാഫത്ത് റാഷിദയെ അങ്ങനെ നടപ്പിലാക്കിയ തുർക്കികൾ ഉണ്ടായിരുന്നു. പിന്നെ ആ തുർക്കികൾക്ക് വലിയ നാശം വരും. അവർ അസലിലേക്ക് മടങ്ങും. അവർ യൂറോപ്യന്മാരിലേക്ക് ചേരും. അവർ മഴ പെയ്യും പോലെ നേരെ വന്നിറങ്ങും. അവരോട് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഹബീബ റസൂലുള്ളാഹി. ഈസാ നബി പോലും അവസാനത്തെ യജൂജ് മാജൂജിന്റെ ആക്രമണത്തിൽ മഹാനായ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പോലും ആളുകളെയും കൊണ്ട് അഭയം തേടും. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേകമായ ജീവികളെ അവരുടെ മേൽ അധികാരപ്പെടുത്തും. അവർക്കൊരു രോഗം വരും. ചില ചെള്ളുകൾ, പ്രാണികൾ അവരെ അടിപ്പെടുത്തും. ഒരു രോഗം വരും. ആ രോഗത്തിൽ ചത്തൊടുങ്ങും ഒന്നടങ്കം. അങ്ങനെയാണ് യജൂജിന്റെ മജൂജിന്റെ അവസാനത്തെ മരണം. ഒന്നിച്ചൊരു രോഗം ബാധിക്കും. ആ രോഗത്തിൽ അങ്ങോട്ട് ചത്തങ്ങോട്ടോടും. ഭൂമിയാകെ അവർ ചുറ്റി നടന്നിട്ട് പറയും, അല്ലെങ്കിലും പ്രവാചകന്മാരുടെ ശൈലിയല്ലല്ലോ. ചില സിമ്പലുകളാണ്. ഒരു കയ്യ്, അതിമ പിടിച്ച വേറൊരു കയ്യ്, ശക്തിയുള്ള മുഷ്ടി, ഒരു സിമ്പലാണ്. അതിലൊക്കെ നമ്മൾ ചിന്തിക്കണം. എന്നാൽ ഇസ്ലാമിക സിമ്പലല്ല. ഇബാദുർ റഹ്മാൻ الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. വിനയാന്വിതരായി നടക്കുന്നതാണ് ഇസ്ലാമിന്റെ രീതി. ഒരു സിമ്പലല്ല. ഒരു ആവശ്യത്തെ ഇത് എടുക്കൂല എന്നല്ല, പക്ഷെ അതൊരു സിമ്പലല്ല. മുസൽമാന്റെ സിമ്പൽ വിനയം, നല്ല വാക്ക്, നല്ല സംസാരം. ഖൈറുൽ കലാം വന്നത് ഖൈറുൽ ഇബാദിൽ നിന്നാണ്, സയ്യിദുനാ മുഹമ്മദുൻ. അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇതവർ കൊണ്ടുവരും. നാട്ടിലാകെ അവർ അധികാരം സ്ഥാപിക്കും. അവസാനം ചില പ്രത്യേകമായ പ്രാണികൾ അവരുടെ മേൽ അഭയം തേടും. അവരെ മേൽ ആധിപത്യം പുലർത്തുകയും അവർ വലിയ രോഗം വന്ന് യജൂജ് മജൂജുകൾ അവസാനം ഒന്നടങ്കം ചത്തൊടങ്ങും. ഈസാ നബിയുടെ കാലത്ത് ചത്തു വീഴും നാടാകെ. അവരെ കൊണ്ടുപോയിട്ട് കഴുകനും മറ്റും കുത്തി വലിക്കും. അവരെ കൊണ്ടുപോയി ചില പക്ഷികൾ വന്നിട്ട് അവരെ ഭൂമിയിൽ നിന്ന് ഒഴിവാക്കും. മനുഷ്യവാസമുള്ളിടത്തുനിന്ന് ഒഴിവാക്കുമെന്ന് സാരം. പിന്നെ അള്ളാഹു വലിയ മഴ പെയ്യിപ്പിക്കും. ഈസാ നബിയുടെ കാലത്ത് യജൂജുകൾ ചത്തൊടുങ്ങും. ഏഷ്യയിലും ഭൂമിയിലെവിടെയും അവരായിരിക്കും. അങ്ങനെ ഏഷ്യൻ രാജ്യങ്ങളും മറ്റുമായി രോഗം വന്ന് ചത്തൊടുങ്ങും. അവരെ നാറ്റം ഭൂമിയിലാകെ വ്യാപിക്കും. അതിനെ ഭൂമിയെ കഴുകാൻ അള്ളാഹു വലിയ മഴ പെയ്യിപ്പിക്കും. അങ്ങനെ മഴ ഭൂമിയെ കഴുകുകയും ഭൂമി ഒരു കണ്ണാടി പോലെ ആവുകയും ചെയ്യും. ഹബീബ റസൂലുള്ള പറഞ്ഞു, ചത്തൊടങ്ങിയാൽ അള്ളാഹു ഭൂമിയോട് പറയും, ഇനി നിന്റെ ബറക്കത്ത് പുറത്തെടുത്തോന്ന് പറയും. അങ്ങനെ ഭൂമിയിലെ എല്ലാ വൃക്ഷങ്ങളിലും കായ്ക്കനികൾ ഉണ്ടാകും. എത്രത്തോളം ഒരു ഒറ്റ റുമ്മാമ്പഴം ഒരുപാട് ആളുകൾക്ക് തിന്നാൻ കഴിയും. അതിന് മാത്രം വലിയ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്, രാക്കഥയല്ല.
മനസ്സിലായില്ല? ഭൂമിയിൽ ബറക്കത്ത് പോകാൻ കാരണം ആരാണ്? യജൂജ് മജൂജുകളാണ്. അവർ ചത്തൊടങ്ങിയാൽ ഒരൊറ്റ റുമ്മാമ്പഴം ഒരുപാട് ആളുകൾക്ക് കഴിക്കാൻ കഴിയും. ഒരൊട്ടകത്തെ കറന്നാൽ ഹബീബ റസൂൽ പറഞ്ഞു, ഇന്നൽ ലുഖഹത മിനൽ ലുബിലി ലതക്ഫിൽ ഫിയാമ മിനൻ നാസ്. യജൂജ് മജൂജുകൾ ഭൂമിയിൽ നിന്ന് ചത്തൊടങ്ങിയാൽ ഭൂമി സന്തോഷിക്കും. അപ്പോൾ ഭൂമി പുഷ്പിണിയാകും. ഭൂമിയിലെ മൃഗങ്ങളെന്ന് സന്തോഷിക്കുകയും ഭൂമിയിലെ മൃഗങ്ങളെന്ന് വലിയ പാരി തരികയും ചെയ്യും. ഒരൊട്ടകം ഒരു നാട്ടുകാർക്ക് മതിയാകും. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാട്ടോ, റഹ്മത്തുള്ള തോന്നിയത് പറയല്ല. ഒരു പശുവിന്റെ പാല് ഒരു ഗോത്രത്തിന് മതിയാകും. ഒരു ആടിന്റെ പാല് ഒരു ഫഹദിന്റെ ആളുകൾക്ക് മതിയാകുന്നു. ഒരു ഫഹദിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ പറ്റ മക്കളും പേരക്കുട്ടികളും, അതിനാണ് ഒരു ഫഹദ് എന്ന് പറയാ. ഒരു തൊട, ഫഹദ് എന്നാണ് ഒരു തൊടയെന്നുണ്ടായത്. ഒരാടിനെ കറന്നാൽ മക്കൾ പേരക്കുട്ടികൾ എല്ലാവർക്കും കൂടി ഒരാടിനെ കറന്നാൽ മതിയാവും. ആരെ കാലത്ത്? ഈസാ നബിയുടെ കാലത്ത്. അപ്പോഴത്തേന് ആര് ചാവണം? സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിം. بعد طغيان أقوام يأجوج ومأجوج وإفسادهم وعتوبهم في الأرض وهلاكهم للحرث والنسل. شرح مسلم. يتضرعون نبي الله وأصحابه إلى الأرض إلى الله. الله إليك دعاء ചെയ്യും. അവസാനം ഫയഉമുറുല്ലാഹുൽ അർള ലിതറുദ്ദ ബറകതഹ. അതിന്റെ ബറക്കത്ത് മടക്കി തരാൻ വേണ്ടി അല്ലാഹു ഭൂമിയോട് പറയും. ഭൂമിക്ക് ബറക്കത്ത് ഉണ്ടാവും നല്ല മനുഷ്യന്മാരുണ്ടാവുമ്പോൾ. ഉണ്ടാവുമല്ലോ, ഉണ്ടായില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരനുഭവം? എന്ത് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജാമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ. ഹലീമ ബീബിയുടെ വീട്ടിലേക്ക് മുസ്തഫ നബിയെ കൊണ്ടുപോയില്ലേ? ആ മുസ്തഫ റസൂലുള്ളാഹിനെ ഹലീമ ബീബി ഏറ്റെടുത്തപ്പോൾ ഒരു തുള്ളി പാലില്ലാത്ത ഒട്ടകത്തിന്റെ അകിട് കെട്ടി വീർത്തു. എന്നല്ല, എൻ്റെ മോലെ തന്നെ പാലുണ്ടായിരുന്നില്ല. ഞാൻ ആ കുട്ടിയെ ഏറ്റെടുത്തപ്പോൾ എൻ്റെ മോലെ അങ്ങോട്ട് നിറഞ്ഞു. കുട്ടികളൊക്കെ കുടിച്ചിട്ടും പാല് ബാക്കിയായി. ആര് പറഞ്ഞു? ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹാ. പിന്നെയോ, എൻ്റെ മുടന്തൻ കൈതയായിരുന്നു. അതിൻ്റെ പുറത്ത് കയറി ഞങ്ങളെ ഗോത്രത്തിലേക്ക് മടങ്ങിയപ്പോൾ ഒട്ടകവും കൈതയും പായാൻ തുടങ്ങി. കബീലക്കാർ വിളിച്ചു ചോദിച്ചു, ഹലീമ വയ്യർത്തിയാത്താനക്കി, നിന്റെ പെൺകൈതയെ നീ മാറ്റിപ്പോന്നോ? ഈ പുതിയ കൈതയെ വാങ്ങിയോ? എൻ്റെ കൈത അത് തന്നെ, പക്ഷെ എൻ്റെ കുട്ടി, ഒരു പുതിയ കുട്ടിയെ കിട്ടിയതിൻ്റെ ബറക്കത്ത താല്പര്യം ആർക്ക്? കഴുതക്ക്. ആരാ കൈതപ്പുറത്തുള്ളത്, ഒട്ടകപ്പുറത്തുള്ളത്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജാമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഞാൻ നിങ്ങൾക്ക് ആ വിഷയം അവസാനിപ്പിക്കാൻ ഞങ്ങൾക്കൊരു വാതിൽ തുറന്നു തന്നതാണ്. ചിന്തിക്കാനും പഠിക്കാനും ബുദ്ധി ഇങ്ങനെ പൂട്ടി വെക്കണ്ട. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. അധ്വാനിക്കുന്നവർക്ക് വിജ്ഞാനത്തിന്റെ വിവിധ മാർഗങ്ങൾ തുറന്നു കൊടുക്കും. അല്ലാഹു അവരിൽ നമ്മെ പെടുത്തട്ടെ, അല്ലാഹു നമ്മെ പെടുത്തട്ടെ. അങ്ങനെയാണ് ഭൂമിക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. ഈ ഭൂമിക്കൊരു ബോധമില്ലേ? റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശ്ശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വശജറു യസ്ജുദാൻ. അതിനൊരു ബോധമില്ലേ? ഈ പൊന്നാനിയിൽ ഉണ്ടായിരുന്നു കുഞ്ഞിബാ മുസ്ലിയാർ എന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ മഊനത്തുണ്ടാക്കാൻ തീരുമാനിച്ചു 1900. അതായത് നമ്മുടെ 108 കൊല്ലമായി എന്ത് തുടങ്ങിയിട്ട്? പൊന്നാനി മഊനത്ത്.
അതിന് നാടാകെ ഓടി നടന്നു. പൈസ കിട്ടാൻ വേണ്ടി എവിടുന്നും കാര്യമായി കിട്ടിയില്ല. അങ്ങനെ കുഴപ്പത്തൊടിക ഖാൻ ബഹദൂറിന്റെ അടുത്ത് വന്നു. ഇന്ന് നമുക്ക് 50,000 തന്ന മുഹമ്മദ് അലിയുടെ വല്യപ്പായുടെ അടുത്ത് വന്നു. കുഴപ്പത്തൊടിക ഖാൻ ബഹദൂറിന്റെ അടുത്ത് വന്ന് പണം ആവശ്യപ്പെട്ടു. കുഞ്ഞിമ്പ മുസ്ലിയാർ അപ്പോൾ 2-3 ദിവസം ചിറ്റിയ നടന്നിട്ടാണ് കുഴപ്പയെ ഒന്ന് കാണാൻ കിട്ടിയത് എന്നാണ് ചരിത്രം. അത്രയും